30,000 ആൾക്കാരോട് കാനഡയിൽ നിന്ന് പോകാൻ പറഞ്ഞിട്ടും ഇപ്പോഴും പോകാൻ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. കാനഡയിലെ ഇപ്പോഴത്തെ ഒപ്പോസിഷൻ പാർട്ടി ലീഡറും എന്നാൽ ഇലക്ഷൻ നടക്കുമ്പോൾ കൺസർവേറ്റീവ് പാർട്ടി വിജയിക്കുകയാണെങ്കിൽ ആ പാർട്ടിയെ നയിക്കാൻ പ്രധാനമന്ത്രിയാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പിയറി പൊലീവർ ഒരു മാധ്യമപ്രവർത്തകന് കൊടുത്ത അഭിമുഖത്തിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. 20,000 and 500,000 people in Canada illegally. 20,000 to 500,000. They don't know. And they say there could be more. Then we know that there are 30,000 people who've been ordered deported that have not left. We know that for sure. Trudeau has lost control of our immigration. How do you get control? I will take back control. First of all, we will track down the 30,000 people who've been ordered deported, and I will have them deported from this country. They've been ordered deported. These are people who are not eligible to be here. We will find them and we will deport them. Do you have the resources for that? We do. We just have to direct them to the front lines rather than the back office bureaucracies. Secondly, we will have a rapid approach to treating these new and mostly false refugee claims. For example, I think we should signal that there will be what I call a last in, first out. So people who submit claims now because they're frankly international students who want to stay, they're not real refugees, they're not bad people, but they're using the refugee system to try and stay. We have to treat their case immediately so they know that it's not worth it. We have to secure the border so there's no more people coming in illegally and then staying the 14 days necessary in order to be eligible for a refugee application that can take years. We have to stop them from coming in the first place. And then we have to set numbers for immigration that our economy, our housing market, and our healthcare system can absorb. So that means reducing the number. അദ്ദേഹം പറയുന്നത് എന്തെന്ന് വെച്ചാൽ 20,000 തൊട്ട് 5 ലക്ഷം ആൾക്കാർ വരെ കാനഡയിൽ ഇല്ലീഗലായിട്ട് നിൽപ്പുണ്ട്. അതായത് ഒരു സ്റ്റാറ്റസും ഇല്ലാതെ PR-ഓ സ്റ്റുഡൻറ് വിസയോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റോ ഒന്നുമില്ലാതെ നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം അറ്റ് പ്രസന്റ് ഈ 2024-25 കാലയളവിൽ 20,000 തൊട്ട് 5 ലക്ഷം പേരാണ്. അതിൽ തന്നെ 30,000 പേർക്ക് ഓൾറെഡി കാനഡയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തതാണ്. പക്ഷേ അവരിപ്പോഴും കാനഡയിൽ തന്നെ നിൽപ്പുണ്ട് എന്നാണ് പിയറി പൊലീവർ തൻ്റെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ച ഇന്റർവ്യൂവിന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അങ്ങനെ ഡീപ്പോർട്ട് ചെയ്ത് പോവാൻ നിൽക്കുന്ന ആൾക്കാരെ മുഴുവൻ ട്രാക്ക് ചെയ്യാനൊരു സിസ്റ്റം ഉണ്ടാക്കുക എന്നാണ്. അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നത് എന്തെന്ന് വെച്ചാൽ കാനഡയിൽ വളരെയധികം ആൾക്കാർ ഫോൾസ് റെഫ്യൂജീസ് ക്ലെയിം സ്റ്റാറ്റസ് നേടി കാനഡയിൽ നിൽപ്പുണ്ട് എന്നാണ്. നമ്മളൊരു രാജ്യത്ത് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സിവിൽ വാറുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് സ്വന്തം രാജ്യത്ത് നിൽക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് മറ്റൊരു രാജ്യം കൊടുക്കുന്ന ഒരു അഭയം കൊടുക്കുന്ന ഒരു സ്റ്റാറ്റസിനെയാണ് റെഫ്യൂജി സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അങ്ങനെ റെഫ്യൂജി സ്റ്റാറ്റസ് ഉള്ള രാജ്യങ്ങൾ ഉദാഹരണം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, സിറിയ, ഉക്രൈൻ മുതലായ രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളിൽ പല കാരണങ്ങളുള്ള യുദ്ധങ്ങൾ നടക്കുന്ന കാരണം ആ രാജ്യത്തെ ജനങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത വരുമ്പോൾ കാനഡ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ രാജ്യങ്ങൾ ആ രാജ്യത്തെ ഒരു റെഫ്യൂജി സ്റ്റാറ്റസ് അവർക്ക് കൊടുക്കാറുണ്ട്. അത് കാലക്രമേണ പിന്നീട് അതൊരു PR-ലേക്കും സിറ്റിസൺഷിപ്പിലേക്കും മാറാറുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് സ്റ്റുഡൻറ് വിസ വന്ന പല ആൾക്കാരും ഈ അസൈലം സീക്കേഴ്സ് ക്ലെയിം ഉപയോഗിച്ചിട്ട് കാനഡയിൽ വളരെ കാലമായിട്ട് നിൽക്കുന്നുണ്ട്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇന്ത്യ ഒരു റെഫ്യൂജി കൺട്രി അല്ല. അതിന് കാരണം 1951 ജവഹർലാൽ നെഹ്റു അങ്ങനെ ഒരു പെറ്റീഷൻ തൻ്റെ മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം സൈൻ ചെയ്യുകയുണ്ടായില്ല. കാരണം ഇന്ത്യയുടെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും അതൊരു പ്രശ്നമാകും എന്ന് കണ്ടിട്ടാണ് അദ്ദേഹം സൈൻ ചെയ്യാഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ നാളെ ഒരു സിവിൽ വാറോ അങ്ങനെ എന്തെങ്കിലും യുദ്ധം ഉണ്ടായാൽ പോലും ഒരു റെഫ്യൂജി സ്റ്റാറ്റസ് കിട്ടുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. അങ്ങനെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒത്തിരി പേര് അസൈലം സീക്കേഴ്സ് ആയിട്ട് കാനഡയിൽ നിൽക്കുന്നവരെ മുഴുവൻ പിയറി പൊലീവർ തൻ്റെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുക അവരെല്ലാം ഡീപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നത് എന്തെന്ന് വെച്ചാൽ കാനഡ ഒരു ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി രാജ്യമാണ്. കാനഡ ഒരു ഇമിഗ്രേഷൻ ഇല്ലാതെ ഒരിക്കലും നിലനിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യമേ അല്ല. ഇവിടെ ആണെങ്കിൽ ഹൗസിങ്ങും പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റും ആവശ്യമുള്ള ഒരു രാജ്യമാണ് കാനഡ. പക്ഷേ അറ്റ് പ്രസന്റ് ഇപ്പോൾ ഉള്ള ഹൗസിംഗ് ക്രൈസിസും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസും അതും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ക്രൈസിസും ഒക്കെ കാരണം ഇമിഗ്രൻസിനെ ഉടനെ തന്നെ കാനഡയിൽ അറ്റ് പ്രസന്റ് ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ ഇമിഗ്രൻസിനെ അദ്ദേഹം വെൽക്കം ചെയ്യും എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. കാനഡയിലുള്ള സ്റ്റുഡൻറ് വിസയിലുള്ളവർക്കും വർക്ക് പെർമിറ്റിലുള്ളവർക്കും ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. ഇതുപോലത്തെ പുതിയ കാനഡയിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള ന്യൂസുകളും ഇൻഫർമേഷനും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ വീണ്ടും കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.